ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിൽ ഓപ്പൺ ആയിട്ടുള്ള സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ട് മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പിന്നെ അവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ട്, പക്ഷികളെ മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണത്. ഇത്തവണ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ തൃശ്ശൂർ ട്രെയിൻ വന്നിറങ്ങി അവിടുന്ന് യൂബർ ബുക്ക് ചെയ്തിട്ടാണ് സുവോളജിക്കൽ പാർക്കിൽ പോകുന്നത്. അപ്പോൾ പൈസ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടായിട്ടും ഇതാണ് ബെറ്റർ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ 10 പേരുള്ളതുകൊണ്ട് തന്നെ 2 ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര പാർക്കിങ് കാര്യങ്ങൾ, എൻട്രൻസ് ഒക്കെ പക്കായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ വളർത്തിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്ന് പെരുന്നാളിന് കഴിഞ്ഞ് 2ാം പെരുന്നാളിൻ്റെ ദിവസം അതിനെ കൊണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. രാവിലെ 10 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് പേര് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. പിന്നെ ഇവിടെ സൈഡിലായിട്ടും ഇതുപോലെ ടിക്കറ്റിൻ്റെ സംഭവങ്ങളുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണുന്ന പോലെ ഒരു സെറ്റപ്പാണ്. ഇവിടുന്നും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ സുവോളജിക്കൽ പാർക്കിൽ കടുവയുണ്ട്. അപ്പോൾ നമ്മളിന്ന് കടുവനെ കാണും. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് അന്നത്തെ ഒരു ഉദ്ഘാടനത്തിന്റെ സമയത്ത് വെച്ചാന്ന് തോന്നുന്നു മാതൃഭൂമി ഇതിന്റെ സഫാരി ഗിരിഗിരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേപ്പർ കട്ടിങ് വെച്ചിട്ടുണ്ട്. ഇവിടെ മലയാള മനോരമന്റെ ഒരു പേപ്പർ കട്ടിങ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കാണാനുള്ള അതിൻ്റെ ഒരു മാപ്പൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 5 വയസ്സ് മുതലാണ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ 20 രൂപ. 12 വയസ്സിൻ്റെ മുകളിലുള്ള അഡൽസിനാണെന്നുണ്ടെങ്കിൽ 70 രൂപ. സീനിയർ സിറ്റിസൺസിന് 30 രൂപ. പിന്നെ ബസ്സിന് റേറ്റ് വരുന്നത് എല്ലാവർക്കും 30 രൂപയാണ്. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് 20 രൂപ. അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പൈസ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ സാധാരണ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ 5 രൂപ അതുപോലെയൊക്കെയാണ് പൈസ വരുന്നത്. പിന്നെ എൻട്രൻസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു താമരക്കുളമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ താമരയൊക്കെ കുറവായിട്ടാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ട് നിൽക്കാൻ തോന്നുന്നു. അവിടെ ഒരാളെന്തോ കുഴിയെടുക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ പെങ്ങളുടെ കുട്ടികളാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തണലുണ്ട്. മേലെ റൂഫൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഫാദർ മദറാണ് മുമ്പിൽ നടക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഈ സൈഡിലായിട്ട് നമുക്കൊരു കാടിൻ്റെ ഒരു ഫോറസ്റ്റ് ഒരു ഇതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ടും ഫോറസ്റ്റ് പോലെയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് റൂഫ് ഇട്ടുകൊണ്ടിട്ട് ഒരു തണലൊക്കെ കിട്ടുന്നുണ്ട്. അവിടുന്ന് ഒരു റൂഫ് ഇട്ട ഒരു ഭാഗത്തൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ നേരെ ഇറങ്ങുന്ന ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വന്നത് ഈ ഒരു സമ്മർ ടൈം അതിനെ കൊണ്ടാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ചെടികളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ മൃഗങ്ങള്, ബേർഡ്സ്, അനിമൽസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു മൺസൂൺ സീസണോ വിന്റർ സീസണിലൊക്കെ വരുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ചെടി ഇത് സെറ്റ് ചെയ്തിട്ട് സുവോളജിക്കൽ പാർക്ക് പുത്തൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാന്. ഇവിടെ ഒരു ഓല മേഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് മീൻ മുതല ലെഫ്റ്റ് സൈഡിലായിട്ട്, ചീങ്കണ്ണി റൈറ്റ് സൈഡിലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അത് നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലൊരു ഗ്ലാസ് ഉണ്ട്, ലെഫ്റ്റിലൊരു ഗ്ലാസ് ഉണ്ട്. നമുക്ക് ആദ്യം മീൻ മുതല എന്താണെന്നുള്ള നോക്കാം. പക്ഷെ ഒന്നും കാണുന്നില്ല. മീന മാത്രം പോകുന്നുണ്ട്. ഇല്ല, ഈ ഭാഗത്തായിട്ടുണ്ട്. അത് ക്യാമറയിൽ ശരിക്കും കാണുന്നുണ്ടോ എന്നറിയില്ല. ജസ്റ്റ് പൊങ്ങി വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണുന്നുണ്ടോ. ഇത് മീൻ മുതല, ലെഫ്റ്റിലായിട്ട് മീൻ മുതല എന്നാ പറഞ്ഞത്. മീൻ മുതലാവും. അപ്പോൾ ഈ ഒരു സുവോളജിക്കൽ പാർക്കിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു മീൻ മുതലനെ. സൂപ്പർ. ഇത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ ചേർന്നിട്ടുള്ള ഇത് തന്നെയാണ്, സെപ്പറേറ്റ് അല്ല.
അപ്പോൾ ആകെ ഒരാളാണ് കാണാൻ പറ്റിയത്, മറ്റേ ആൾ എവിടെ പോയി എന്നുള്ള അറിയില്ല. അങ്ങനെ നമ്മൾ ഈ രണ്ടാമത്തെ ആളെ കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തായിട്ടൊരു മയിലുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. ഈ നെറ്റുള്ളതിനെ കൊണ്ട് അത് ശരിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇത് ഇന്ത്യൻ മയിലാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മൂന്നാമത്തെ ആളെ കണ്ടിരിക്കുകയാണ്. ഇത് സംഭവം കറുത്ത തലപ്പൂള്ള മാർമോസെറ്റ് അതാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് കറുത്ത തലയുള്ള മാർമോസെറ്റ്, വെള്ളച്ചെവിയൻ മാർമോസെറ്റ്, അതുപോലെ തന്നെ മലയണ്ണാനാണുള്ളത്. അപ്പം എല്ലാം കൂടെ ഒരു കൂട്ടിൽ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരാളുണ്ട്, അത് മലയണ്ണാനാണ് തോന്നുന്നത്. അവിടെ നിൽക്കുന്നുണ്ട്, അതിലൂടെയൊക്കെ ഓടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആള് നല്ല സെറ്റായിട്ട് ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ പുള്ളിയാണ് നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് തന്നെ. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റായി, നല്ലൊരു രസമായി. ഇത് കണ്ടില്ലേ, ഇവിടെ ഇതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, വെള്ളച്ചെവിയൻ മാർമോസെറ്റ്, പിന്നെ കറുത്ത തലപ്പുള്ള മാർമോസെറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ താഴെ ഇറങ്ങിയിരിക്കുകയാണ് പുള്ളി. ഇയാളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്താ വിചാരിച്ച് ഒരു സിമെന്റിൽ ഉണ്ടാക്കിയ ഒരു ബൊമ്മയാണെന്നാണ്. പക്ഷെ ശരിക്ക് അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾ കുറേ നേരം അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഇപ്പം അയാൾ ജസ്റ്റ് അനങ്ങാൻ തുടങ്ങുന്നതായിരുന്നു. അവിടെ ഒരാള് നല്ല വെള്ളം കുടിയിലാണ് കേട്ടോ. നല്ല വെയിലുമാണ്, പക്ഷികൾക്കും അതിന്റെ ചൂടൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കുറെ നേരമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഈ ആളെ പേരാണ് കന്യാസ്ത്രീ കൊക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കന്യാസ്ത്രീ കൊക്ക് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നത് തന്നെ. സംഭവം ഇത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് പക്ഷികളൊക്കെയാണ് കൂട്ടിലല്ല, ശരിക്കും നമ്മളാണ് കൂട്ടിൻ്റെ അകത്ത് നെറ്റ്. അവിടെയൊക്കെ ഫുള്ള് കാടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരെ ഒരു ലുക്ക് കാണാൻ തന്നെ ഒരു കന്യാസ്ത്രീകളെ ഒരു ഡ്രസ്സ് കോഡ് ഉണ്ടല്ലോ, ആ ഒരു കളറിലാണ് ഉണ്ടോ. ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് കന്യാസ്ത്രീ കൊക്കുകളെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഈ സുവോളജിക്കൽ പാർക്കിന്. അവരൊക്കെ എന്തൊക്കെയാ ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് നടക്കുകയാണ് അകത്ത്. പിന്നെ അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ സെന്ററിൽ ഒരു കുളമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ സെന്ററിലായിട്ട് പോയിട്ട് വെള്ളം കുടിച്ച് വരാം. പിന്നെ ഇവിടെയൊക്കെ എന്തെങ്കിലും തിന്നാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർക്ക്, ഒരു കാട്ടിന്റെ അത് തന്നെയല്ല. ഇവിടെ ചക്കിപ്പരുന്താണ്. ചക്കിപ്പരുന്ത് ഇവിടെ പോയി എന്നറിയില്ല. കുറച്ച് നേരമായിട്ട് ചക്കിപ്പരുന്തിനെ തിരഞ്ഞു നടക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഇതിൻ്റെ ഒരു മരത്തിൻ്റെ മേലായിട്ടുണ്ട് കേട്ടോ ചക്കിപ്പരുന്ത്. കുറേ ഈ പക്ഷികള് ഇതുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ചക്കിപ്പരുന്തൊക്കെ നമ്മുടെ നാട്ടിലും വരുന്ന സാധനം തന്നെ തോന്നുന്നു. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കൂടുതൽ കാണാനില്ല. നമുക്ക് അവിടുന്ന് പീക്കോക്കിനെ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനും കാണാനൊക്കെ പറ്റി. പക്ഷെ ഒരു മയിൽപ്പീലി വിടർത്തുന്നില്ല, ഏതോ മയിലാണെന്നുണ്ടല്ലോ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു 2-3 മയിലുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ മയിലിനെ. പക്ഷെ ഇതൊരു പീലി വിടർത്തി കഴിഞ്ഞാൽ അടിപൊളിയായിന് കേട്ടാ. ഒരുപാട് പക്ഷികളാണ് കാണാനുള്ളത്. കൂടുതലും മൃഗങ്ങളെ ഒക്കെ കുറച്ച് മേലോട്ട് ഭാഗത്തായിട്ടാണ് തോന്നുന്നത്. അതിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള അറിയില്ല. കടുവ എന്തായാലും ഉണ്ടെന്നാണ് കേട്ടത്.
ബാക്കി നമ്മളെ ഭാഗ്യം പോലെ ആയിരിക്കും. വെയിലിന്റെ ശക്തി നല്ല കൂടി വരികയാണ്. പക്ഷെ ഈ ഒരു മരങ്ങളുള്ളതുകൊണ്ട് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടം തന്നെ ആവും. ഇതിൻ്റെ അകത്ത് പുള്ളിമാൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുള്ളിമാനെ കാണാൻ പോവാം. അപ്പോൾ അതുപോലെ തന്നെ കുടിവെള്ളമൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ഉണ്ട് കേട്ടോ. പിന്നെ ഡസ്റ്റ്ബിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. അതിലും തണുത്ത വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരുപാട് പുള്ളിമാനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പുള്ളിമാനൊക്കെ ഫുഡ് കഴിക്കാം. എന്തോ ഇലയൊക്കെ അതിൻ്റെ ഫുഡൊക്കെ വെട്ടിയിട്ട് കൊടുത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഓല മേഞ്ഞ ഒരു സെറ്റപ്പ് ഒക്കെ കാണാനുണ്ട്. ആ ഒരു കാടിൻ്റെ ഒരു നേച്ചർ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേ. അതുകൊണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കാടിൻ്റെ അകത്ത് നമുക്ക് മാനിനെ എങ്ങനെ കാണാൻ പറ്റുമോ അതുപോലെയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നല്ല വെയിലടിക്കുന്നതിനെ കൊണ്ടാണ് തോന്നുന്നത് മാനുകളൊന്നും ഇങ്ങോട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങി വരുന്നില്ല. ഒറ്റ ആൾ മാത്രം അവിടെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഓരോ ഇതായിട്ട് സൈഡായിരിക്കുകയാണ്. കുറെ പുല്ലൊക്കെ തിന്നുന്നുണ്ട്. മ്ലാവ് അഥവാ കലമാൻ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് പന്നിമാനെയും നമുക്ക് കാണാൻ പറ്റും. റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് ഇതുപോലെ ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫാദറും പെങ്ങടെ മോനും പന്നിമാനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനിവിടെ കലമാനെ കാണാം. ഇതാണ് കലമാൻ, മ്ലാവ്. ഒരുപാട് ഇത് മ്ലാവുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. നല്ല വെയിലതിനെ കൊണ്ട് തണലത്ത് വന്ന് കിടക്കുന്ന. പക്ഷേ ഈ ഒരു മ്ലാവ് നമ്മുടെ പുള്ളിമാനേക്കാളും നല്ല ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ. ഇപ്പൊ ഈ വെയിലതിനെ കൊണ്ടാണ് ഇവിടെ ഒരു പുല്ല് സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കാൻ തോന്നുന്നത്. പുറത്തുനിന്ന് പറിച്ചു കൊണ്ട് വന്നിട്ട് പുല്ലുകൾ മാത്രമേ അവിടെ താഴേക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മൺസൂൺ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. നമ്മൾ വന്ന ഒരു സമയം തെറ്റിപ്പോയി. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്തുള്ള മ്ലാവാൻ തോന്നുന്നത് ഇതുവരെ കണ്ടതില്. പന്നിമാൻ അവിടെ ദൂരമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഈ പന്നിമാൻ നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് പച്ചപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നനക്കുന്നുണ്ട്, അവിടെ കാണുന്നുണ്ടല്ലോ വെള്ളം ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മ്ലാവ് നിൽക്കുന്ന സ്ഥലത്ത് ആകെ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ടൈഗർ 1, ടൈഗർ 2, പിന്നെ പുലിയും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. പക്ഷെ നമ്മളെ കൂടെ വന്ന കുറെ ആൾക്കാര് ബാക്കിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടാ. വെയിൽ അതിനെ കൊണ്ട് കുറെ ആളുകള് ഇങ്ങോട്ടൊന്നും എത്താൻ പറ്റുന്നില്ല. ഇവിടെ ഒരു പാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാലം കടന്ന് വേണം നമുക്കിപ്പോ ടൈഗറിനെ കാണാൻ പോകാനായിട്ട്. പുലി, ഇതിൻ്റെ അകത്ത് പുലി ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് പുലി ഉണ്ടോന്ന് പോയി നോക്കാം. ഒരുപാട് ആള് കൂടിയിട്ടുണ്ട് കേട്ടോ പുലി ഉണ്ടോ നോക്കാൻ വേണ്ടി. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പുലിയും കാണാനില്ല. ടൈഗർ വന്നു. നമുക്ക് പുലിയെ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ടൈഗർ വന്നു. ടൈഗർ കഹക്ക നല്ല സൈസുള്ള ടൈഗറാണ് കേട്ടോ. വാലൊക്കെ പൊക്കി നടക്കുന്നുണ്ട്. ടൈഗറിനെ കണ്ട എന്തായാലും മുതലായിട്ടോ. എന്താ സൈസ് ടൈഗർ. അവിടെ ഒരു പാറമട ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി പോവാൻ തോന്നുന്നു. പോയി. ഇതോ ഈ ഭാഗത്തോട്ട് ഇറങ്ങി വന്നിട്ട് അപ്പൊ പുള്ളി അങ്ങനെ കേറിയിട്ട് ഇവിടെയും ഒരു പാറമട പോലെയാണ്. നല്ല സൈസുള്ള ഇത് 2 ടൈഗർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ടൈഗർ 1, ടൈഗർ 2 എന്ന് പറഞ്ഞിട്ട്.
നല്ല സൈസുള്ള ടൈഗറാണ്. പക്ഷെ ഈ ഒരു ഭാഗത്തോട്ടൊന്നും വരുന്നില്ല. അത് അവിടെ തന്നെ കറങ്ങി നടക്കാം. ഞാൻ നല്ല സൂം ചെയ്ത് എടുക്കുന്നത്. വീണ്ടും അതിൻ്റെ അകത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനാന്ന് തോന്നുന്നത്. കറക്റ്റ് ഒരു ഗുഹ പോലെ പാറ ഇതൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാടിൻ്റെ അകത്ത്. അടിപൊളി. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് മുതലാകുന്നുണ്ടത്. നാവൊക്കെ ഇട്ടിട്ട് പുറത്തിട്ടിട്ട് ആക്ഷനൊക്കെ ഇടുന്നുണ്ട്. സീൻ സംഭവം. കടുവ ആള് കുറച്ച് ജഗജില്ലയാണ് കേട്ടോ, സൈസുള്ള കടുവ. കടുവ 2, കടുവ 1, കടുവ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു പേരൊക്കെ ഇട്ടൂടെ അവർക്ക്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേരിടാം. ഇത് കണ്ണം കടുവ എന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടേട്ടൻ അങ്ങനെ ഇടാം അല്ലേ. അപ്പൊ ആള് വെള്ളത്തിലാണ് കുട്ടേട്ടൻ. ഇതിന്റെ മേലെ കയറി പോകാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് കേട്ടാ. കുട്ടേട്ടൻ പള്ളി നീരാട്ടൊക്കെ കഴിഞ്ഞ് കയറി പോവാണ് മേലോട്ട്. ആള് കുറച്ച് മറ്റേ കടുവനേക്കാളും ചെറുതാണ് കേട്ടാ. നല്ല പള്ളി നീരാട്ടൊക്കെ കഴിഞ്ഞ് കയറി പോകുന്ന ഒരു ഇതാണ്. ഭയങ്കര രാജകീയമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് സിംഹം ഇല്ലാത്തത് കൊണ്ട് കടുവയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ആ ഒരു രാജാവ്. കുറച്ച് സ്ലോ ആയിട്ടാണ് കയറി പോകുന്നത്. വെയിലൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ വെള്ളത്തിൽ കിടന്ന് ഒരു വെയില് കായാൻ തോന്നുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട്ടായിട്ട് പോവാണ് ഇപ്പൊ. സെറ്റ്. കടുവനെ കണ്ടു കഴിഞ്ഞോടെ തന്നെ അതിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും തീർന്നു. അപ്പൊ ഇവിടെ കൂടുതലായിട്ട് സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല. അടുത്തൊരു വിന്റർ സീസണൊക്കെ വരുന്ന സമയം, ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ വിസിറ്റ് ചെയ്യണം. അപ്പൊ നല്ല ക്രൗഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ഒരു 1 മണി സമയമാണ്. ഇപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഒരു അടുത്ത ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. വന്ന് കുറച്ച് മൃഗങ്ങളെ പക്ഷികളൊക്കെ കാണാം. ടിക്കറ്റ് പ്രൈസ് കുറവാണ്. പക്ഷെ നമ്മൾ ദൂരത്തുനിന്നൊക്കെ വന്ന് ഇപ്പൊ കാണുന്ന അത്രക്ക് ഇതല്ല. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതാണ് തൃശ്ശൂർ ഓടുന്ന ഡബിൾ ഡെക്കർ ബസ്. 6:30, 5:30 സമയത്താണ് ഉള്ളത്. പിന്നെ നമ്മളെ ബസ് ഇവിടെ 5:30 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, താങ്ക് യു.